പുഴ ഒഴുകുന്നത് എന്ന ദൃശ്യങ്ങൾ കാണൂ ഉമൈബാൻ. ഇവിടെയാണ് പാലം തകർന്നിരിക്കുന്നത്. നോക്കൂ, വളരെ ചെറിയ ഒരു അരുവി പോലെ ഒഴുകിയിരുന്ന പുഴയാണ് ഇത്തരത്തിൽ ഒഴുകുന്നത്. ഇത് മുണ്ടക്കൈയിൽ നിന്ന് ഒഴുകി വരുന്ന പുഴയാണ്. ഈ ചൂരൽമല ടൗൺ ഇവിടെ വെച്ച് റോഡ് പോയിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഈ ടെമ്പററി പാലം എന്നൊക്കെ പറയുന്നത് ഇവിടെ അത്ര എളുപ്പത്തിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ഗുരുതരമായ സാഹചര്യം. നോക്കൂ, പുഴ ഏതാണ്ട് 4 ഇരട്ടി വീതി, 4 ഇരട്ടി അല്ല, പുഴ ഏതാണ്ട് വലിയൊരു നദി പോലെ ഒഴുകുകയാണ്. ഇനി ഇവിടെ നിൽക്കേണ്ട, പോകണമെന്നാണ്. നമ്മളിവിടെ നിന്ന് മാറുകയാണ്. ചൂരൽമലയിലെ ദുരന്തമുഖത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് ദുരന്തമുഖത്ത് നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർ, ഞങ്ങളുടെ പ്രതിനിധി എം കമൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. കാലൊന്ന് വെച്ചാൽ ചെളി പൂണ്ടു പോകുന്ന ആ മണ്ണിൽ നിന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത്. എത്രമാത്രം ദുരന്തത്തെയാണ് അവിടെയുള്ള ജനത അഭിമുഖീകരിച്ചത് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വളരെ വ്യക്തമാണ്. മുണ്ടക്കൈ പുഴ, ആ പുഴ വളരെ ശാന്തമായി ഒഴുകിയിരുന്ന ഒരു ചെറിയ പുഴയാണ്. ഇന്നിപ്പോൾ മലവെള്ളപ്പാച്ചിൽ പോലെ കുത്തിയൊലിച്ച് ചൂരൽമലയെ ഒന്നാകെ വിഴുങ്ങിയിരിക്കുകയാണ് എന്ന് പറയാം. ഇന്നലെ കമൽ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ഒരു ദൃശ്യങ്ങളൊക്കെ എടുത്ത് മടങ്ങിയതാണ്. ഒരു തരത്തിലും നാളെ ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ഈ ഒരു അവസ്ഥയിലേക്ക് ആ പ്രദേശം മാറിപ്പോകുമോ എന്നാരും അറിഞ്ഞിരിക്കില്ല, പ്രതീക്ഷിച്ചിരിക്കില്ല. എന്തായാലും ഒരു വല്ലാത്തൊരു ദുരന്തത്തെയാണ് ഇപ്പോൾ അവർ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. 2 മൃതദേഹം നമുക്ക് ലഭിച്ചിരിക്കുന്നത് ചൂരൽമലയിൽ നിന്നാണ്. നേരത്തെ കമൽ റിപ്പോർട്ട് ചെയ്ത പ്രകാരമാണെങ്കിൽ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നതായിട്ടുള്ള ആശങ്കപ്പെടുത്തുന്ന വാർത്ത കൂടി വരുന്നുണ്ട്. ഒരു മൃതദേഹം വിദേശ പൗരന്റേതാണ് എന്നുള്ള വിവരം കൂടി ഇതിനിടയിൽ വരുന്നുണ്ട്. മറ്റൊരു മൃതദേഹം സ്ത്രീയുടേതാണ്. ഈ 2 മൃതദേഹങ്ങളും അവിടെ നിന്ന് മാറ്റി എന്നാണ് നേരത്തെ കമൽ പറഞ്ഞത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഈ പുഴ മുണ്ടക്കൈ ഭാഗത്ത് ഇന്നലെ വരെ ശാന്തമായി ഒഴുകിയിരുന്ന പുഴയാണ്. പെട്ടെന്നൊരു ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു. ഈ പുഴ അതീവ ഭയാനകമായ രൗദ്രഭാവത്തോടു കൂടി ചൂരൽമലയെ വിഴുങ്ങുകയാണ്. ഈ മലവെള്ളപ്പാച്ചിൽ പോലെ കുത്തി ഒലിച്ച് ആ പ്രദേശം ഒന്നാകെ എടുത്തു പോകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ചൂരൽമല പാലം അത് തകർന്നിരിക്കുകയാണ്. മുണ്ടക്കൈ ഭാഗത്തെ കൂടി ബന്ധിപ്പിക്കുന്ന പാലമാണ്. ഈ പാലം തകർന്നതോടുകൂടി പ്രധാനപ്പെട്ട ഒരു ഗതാഗത മാർഗമായിരുന്നു അത്. ഈ പാലം കൂടി തകർന്നതോടുകൂടി ഈ മുണ്ടക്കൈ ഭാഗം കൂടി ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഏറ്റവും ഞാൻ ആശങ്കപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞത് മുണ്ടക്കൈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായത്. ചൂരൽമല താരതമ്യേന കുറെ കൂടി താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ അപകടം, അത്രത്തോളം മുണ്ടക്കൈ ഭാഗത്തിന്റെ അത്ര അപകട ഭീഷണി ഇല്ലായിരുന്നു എന്നാണ്. പക്ഷേ ഇപ്പോൾ 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ചൂരൽമലയിൽ നിന്നാണ്. കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ചൂരൽമലയിലെ ദൃശ്യങ്ങൾ തന്നെ നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. ആരെയും പരിഭ്രാന്തിലാക്കാൻ പറയുന്നതല്ല. പക്ഷേ നമുക്ക് കാണാം, മുണ്ടക്കൈ പുഴ ഇന്നലെ വരെ ശാന്തമായി ഒഴുകിയിരുന്ന പുഴ ഇപ്പോൾ ഇങ്ങനെ കുത്തി ഒലിച്ച് ആ നാടിനെ ഒന്നാകെ വിഴുങ്ങുന്ന അവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ജീപ്പ് ഉൾപ്പെടെ തകർന്നു, വാഹനങ്ങൾ തകർന്നു, നിരവധി റോഡുകൾ തകർന്നു, വീടുകൾ തകർന്നു. ഇതിനുള്ളിലൊക്കെ പെട്ടുപോയ മനുഷ്യരെ കുറിച്ചുള്ള ആദ്യമാണ് ഈ സമയത്ത് പങ്കുവെക്കാൻ കഴിയുന്നത്. കമൽ അവിടെ നിന്ന് ചേരുന്നുണ്ട്. കമൽ, നിൽക്കുന്നത് ഏറ്റവും സേഫ് ആയിട്ടുള്ള മേഖലയിൽ തന്നെ ആകണമെന്ന് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. കാരണം വീണ്ടും വീണ്ടും ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യത അത്രത്തോളം ഉണ്ട് അവിടെ. ഒരു തരത്തിലും അവിടെയുള്ള ജനങ്ങൾക്ക് എങ്ങോട്ട് പോകണം, എങ്ങോട്ട് ഓടി രക്ഷപ്പെടണം, എങ്ങോട്ട് മാറണം, ഇനിയൊരു ഉരുൾപൊട്ടൽ കൂടി ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതൊന്നും അറിയില്ല.